ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് പള്ളിയിൽ പോകുന്നുണ്ടോ, കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ലെന്നറിയാം. നിങ്ങൾ എല്ലാ ദിവസവും സാധിക്കുന്നിടത്തോളം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. പോകണം. നമുക്ക് ഈശോയോട് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയമല്ലേ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സമയം. ഇത് പറഞ്ഞു തരാണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഈശോയെ അടുത്ത് കണ്ട് സ്വീകരിച്ച് ഈശോയുടെ ഏറ്റവും അടുത്തിരിക്കാൻ നമുക്ക് പറ്റുന്നൊരു സമയമാണ് വിശുദ്ധ കുർബാനയുടെ സമയം. നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചൊക്കെ ലൂക്കാ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 22-ാമത്തെ അധ്യായം എടുക്കണം. അതിൻ്റെ 14-15 വാക്യങ്ങളിൽ ഈശോ ഈ അന്ത്യത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം, നമുക്കറിയാം ആ സമയത്താണല്ലോ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. അപ്പോൾ ഈ അന്ത്യത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ സമയത്ത് ഈശോ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്ക 22:15 പ്രത്യേകിച്ച് ഇങ്ങനെ പറയും, ഈ പെസഹ, ഈ ഭക്ഷണം നിങ്ങളുടെ കൂടെ ഭക്ഷിക്കാൻ ഞാൻ അത്യധികമായി ആഗ്രഹിച്ചു. എനിക്ക് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു. നമുക്കതൊരു ചുമ്മാ ഒരു മീൽസായിട്ടോ ഒരു അത്താഴം കഴിക്കുന്നതായിട്ടോ കാണല്. അന്ത്യത്താഴം, പെസഹ, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. എൻ്റെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു അർത്ഥം ഓർക്കണം, എനിക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ അത്ര ആഗ്രഹമാണ്. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരോടും ഈശോ പറയുന്ന ഇതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന നമ്മളോട് ഈശോ പറയുന്നതാണ്. ചിലപ്പം രാവിലെയൊക്കെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ മടി കാണും, ചിലപ്പം ഇന്ന് വേണ്ട നാളെ കുർബാനയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഓരോ ദിവസവും നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ദേവാലയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളെ നിർബന്ധിക്കുമ്പോൾ സ്നേഹത്തോടെ ആ നിർബന്ധത്തിൽ ഈ ലൂക്ക 22:15 ഈശോയുടെ ആഗ്രഹം കൂടെ കിടപ്പുണ്ട്. നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ, നിങ്ങളുടെ കൂടെ ഈ ഭക്ഷണം കഴിക്കാൻ, നിങ്ങളുടെ കൂടെ ഈ അത്താഴത്തിലായിരിക്കാൻ ഞാൻ അത്യധികമായി ആഗ്രഹിച്ചു. ഈശോയ്ക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലും കാണുന്നുണ്ട്. ഈ അത്താഴത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ കൂടെ ഇത് കഴിക്കുകയാണ്. 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, ഇനി നിങ്ങളുടെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ വെച്ചല്ലാതെ ഈ വീഞ്ഞിൻ്റെ ഫലം ഞാൻ കഴിക്കില്ല, ഈ മുന്തിരിയുടെ ഫലം ഞാൻ കഴിക്കില്ല എന്നൊക്കെ ഈശോ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ, ഒരുമിച്ചായിരിക്കാൻ ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നു. ആരോട്? നമ്മളോട്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, ഈശോ എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, എനിക്ക് നിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യണം എന്നൊക്കെ ഈശോട് ഇങ്ങനെ വലിയ സ്നേഹത്തോടെ പറയുന്നുണ്ട്. അതിനേക്കാളും വലിയ സ്നേഹത്തോടെ ഈശോ നമ്മളോട് പറയാണ്, ഐ ഡിസയർ ടു ബി വിത്ത് യു. എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര ലോൺലി ആയിട്ട് പോകുന്ന സമയങ്ങളില്ലേ, ആരും കൂടെയില്ലാന്ന് തോന്നുന്ന സമയങ്ങളൊക്കെ ഇല്ലേ, ലൈഫിലൊരു മീനിങ് ഇല്ല, എല്ലാം ഇങ്ങനെ എന്തോ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെ ചുമ്മാ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇതിനൊരു ലക്ഷ്യം കാണുന്നില്ല, ആരും കൂടെയില്ല, എന്തൊക്കെയോ ഒരു എംപ്റ്റിനെസ്, ശൂന്യതയൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓടിപ്പോയിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കുടിക്കണം, വിശുദ്ധ കുർബാന അർപ്പിക്കണം. ഓരോ ദിവസവും വിശുദ്ധ കുർബാന നിങ്ങൾ അർപ്പിക്കുമ്പോൾ നമുക്കത് ശക്തമായിട്ട് മനസ്സിലാവും, ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല, ഞാനിങ്ങനെ ജീവിതം ഇങ്ങനെ ചുമ്മാ ആരുമില്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, എൻ്റെ ജീവിതത്തെ നയിക്കാൻ എനിക്കൊരാളുണ്ട്, എൻ്റെ കൂടെ ആയിരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, അവർ വേണം, ഇവർ വേണം, അവരൊക്കെ നമ്മളോട് സംസാരിക്കണം. ആരൊക്കെ ഉണ്ട് നമ്മളോട് എത്ര തീക്ഷ്ണതയോടെ സംസാരിക്കാൻ? നിൻ്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം എന്ന് പറയുന്ന ആരുണ്ട്? നമുക്ക് ഭാഗ്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അത് എത്ര കാലം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്നും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം മാറി നിന്നതൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാവും. ഈശോ പറയാണ്, ഓരോ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മളോട് പറയാണ്, ഐ ഡിസയർ ടു ബി വിത്ത് യു. എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുമില്ലാന്ന് തോന്നിയാലും, ഒറ്റയ്ക്കായി പോയെന്ന് തോന്നിയാലും, ജീവിതത്തിൻ്റെ ഒരു അർത്ഥമില്ലാന്ന് തോന്നിപ്പോയാലും, ഈ ലൈഫ് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടികിട്ടാത്ത സമയത്തും നിങ്ങൾ ഓടിച്ചെല്ലണം വിശുദ്ധ കുർബാനയിലേക്ക്, വിശുദ്ധ ബലി അർപ്പിക്കണം. ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും വലിയ ആഗ്രഹത്തോടെ ഈശോ ആഗ്രഹിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ, നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, നമുക്ക് സ്വന്തം ശരീരവും രക്തവും എടുത്ത് തന്ന് ഇത് നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞ് ആ സ്നേഹം മുഴുവൻ തരാൻ വേണ്ടി ഈശോ വിശുദ്ധ കുർബാന നിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ മേക്ക് ഷുവർ, ഉറപ്പിക്കണം, ഒരു ദിവസം പോലും വിശുദ്ധ ബലിയർപ്പണം മുടക്കില്ലെന്ന്. നമ്മുടെ സാഹചര്യങ്ങളുണ്ടാകാം, നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ടാകാം, നമ്മുടെ ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, ബട്ട് ട്രൈ ആസ് മച്ച് ആസ് പോസിബിൾ ഈശോയുടെ ഈ ബലിയർപ്പണം, ഈശോയുടെ വിശുദ്ധ കുർബാന, ഈശോയോട് ചേർന്ന് നമുക്ക് ഈ ഈശോയെ ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ സമയം അതൊരിക്കലും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് ഈശോയെ കാണാൻ പറ്റട്ടെ, ഈശോയെ സ്വീകരിക്കാൻ പറ്റട്ടെ, ഈശോയോട് മിണ്ടാൻ പറ്റട്ടെ, ഈശോയെ കേൾക്കാൻ പറ്റട്ടെ. അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് എന്നെ ചോദിക്കാനുണ്ട്. ആ കൃപ മുഴുവനും നിങ്ങൾക്ക് നിറയണം, അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കണം. കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ വിശുദ്ധ കുർബാനയിലും, ആ സ്നേഹം അളവില്ലാതെ അധികമായിട്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ആഴത്തിൽ അനുഭവിച്ചറിയാൻ ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാം സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.